ഹായ് ഗൈസ്, പവിത്രം ഇന്നത്തെ പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രമും വേദയും വീട്ടിൽ നിന്നും ഇറങ്ങി വഴിയിൽ വെച്ച് വേദ വിക്രമിനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി വിക്രം സ്വാമി ഒരാളോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആരോട് എന്ന് വിക്രം ചോദിക്കുന്നു. വരുണിനോട് എന്ന് വേദ പറഞ്ഞു തീർന്നതും ഞാനോ അവനോടോ എന്നായി വിക്രം. അവളുടെ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവനോട് സംസാരിക്കുകയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്ന് വേദ പറയുന്നു. അതുപ്രകാരം വിക്രം വരുണുമായി സംസാരിക്കുന്നു. സ്വന്തം കുരുതിയിലേക്ക് പോകും കുറുനരി, കൊമ്പു ചുവന്നൊരു മൃഗങ്ങൾക്കും പിമ്പേ നടക്കുമ്പോഴും നമ്മെ ബന്ധിപ്പിക്കുന്നത് എന്താഭിചാരം, പ്രണയമോ പാപമോ എന്ന് വിക്രം ചോദിക്കുന്നു വരുണിനോട്. വരുൺ ശരിക്കും മാറി. എന്ത് കൊറിയോഗ്രാഫർ, എന്ത് ഗ്ലോറിഫിക്കേഷൻ. ചിലപ്പോ നിങ്ങളായിരിക്കും എന്നെ ഇവിടെ ഇട്ട് തീർക്കാൻ പോകുന്നത് എന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ സംസാരിക്കുന്ന വരുണിനോട് വിക്രം ചോദിക്കുന്നത്, അങ്ങനെ ഏത് നിമിഷവും ചാവ് പ്രതീക്ഷിക്കുന്ന നീ എന്തിനാ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്ന്. വരുൺ എല്ലാം ചെയ്തു പോയ തെറ്റുകൾക്കും വരുണിനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയതിൽ വിക്രമിനുള്ള പങ്കിനും മാപ്പ് ചോദിച്ച് അവർ അവിടെ നിന്നും പിരിയുന്നു. പിന്നീട് മാഷ് കഴിക്കാനിരിക്കുന്നു. നിനക്ക് എന്തായാലും നല്ല മാറ്റമുണ്ട്, 1-2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് നന്ദിനിയോട് മാഷ് പറഞ്ഞപ്പോൾ നന്ദിനിക്ക് ഒന്ന് ഗമ കൂടി. നന്ദിനി തുടർന്നു, ഈ ജോലിയിൽ സെൽഫ് റെസ്പെക്റ്റ് എന്നൊന്നുണ്ട്, അതുള്ളവർക്ക് ഈ ശ്രീജേച്ചിയുടെ കൂടെ ജോലി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും, അയ്യോ ഞാനെന്ത് ദ്രോഹം ചെയ്തു എന്ന് ശ്രീജയ ചോദിച്ചു. നിക്ക്, തോക്കിനുള്ളിൽ കയറി വെടിവെക്കാതെ എന്ന് പറയുന്നു നന്ദിനി. അത് പറഞ്ഞപ്പോൾ മാഷു പറഞ്ഞു, ശരി എന്നാൽ നീ തന്നെ മുഴുവനാക്ക് എന്ന്. മാഷ് പറയുന്നത് കേട്ട് കമലയും വേദയും ചിരിക്കുന്നതാണ് പ്രമോ ആയി കാണിക്കുന്നത്. ഈ പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.